സോ ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. സോ എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. സോ മഴയൊക്കെയാണ്, എല്ലാവരും സേഫ് ആയിട്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. സോ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളതെന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ മറ്റൊരു ഹൗസ് ഓഫ് ഡ്രാഗൺസ് റിലേറ്റഡ് വീഡിയോ ആയിട്ട് തന്നെയാണ്. സോ നമ്മൾ ഈ കുറച്ചാൾ മുന്നേ ആയിട്ട് ഈ പറയുന്ന പോലെ ഡ്രാഗൺസ് ആൻഡ് റൈഡേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹൗസ് ഓഫ് ഡ്രാഗൺസ് എന്ന് പറഞ്ഞ സീരീസിൽ നമ്മൾ കാണാൻ പോകുന്ന അല്ലെങ്കിൽ കണ്ടിട്ടുള്ള കുറച്ച് ഡ്രാഗൺസും അവർ റൈഡേഴ്സ് ആരാണെന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അതേ സമയത്ത് പലരും എൻ്റെ അടുത്ത് പേഴ്സണലായിട്ട് അല്ലാതൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന പോലെ ക്യാരക്ടേഴ്സിന് അല്ലെങ്കിൽ ടർഗേറിയൻസിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ അത് ഈ കാണാൻ സീരീസിൽ കാണാൻ. സോ അവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് തന്നെ. സോ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ സീരീസിൽ നമ്മൾ കണ്ടിട്ടുള്ള ടർഗേറിയൻസും വലേറിയൻസും ഒക്കെ ആരൊക്കെയാണെന്നും സോ അവരൊരു ബ്ലഡ് ലൈൻ ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കൂടി തന്നെ പറയണം. സോ ഒരുപാടൊന്നും പറഞ്ഞ് ബോറടിക്കുന്നില്ല. ദിസ് ഇസ് മീ യുവർ ബ്രദർ ആദി ആൻഡ് ടുഡേ വി ആർ ഗോയിങ് ടു ടോക്ക് അബൌട്ട് ഹൗസ് ഓഫ് ദി ഡ്രാഗൺസ്. ഗൈസ്, അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടെ പറയാം. ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത് ഈ 1ഉം 2ഉം സീസണിൽ നമ്മൾ കേട്ടിട്ടുള്ള ക്യാരക്ടേഴ്സിനെ മാത്രമാണ്. ഇനി അങ്ങോട്ട് കാണാൻ പോകുന്ന ഒരുപാട് ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ടായിരിക്കാം. സോ അവരെക്കുറിച്ചൊന്നും അധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അതേപോലെ തന്നെ എല്ലാ ക്യാരക്ടേഴ്സിനെ കുറിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ടർഗേറിയൻ ബ്ലഡ് ലൈനും വലേറിയൻ ബ്ലഡ് ലൈനും വന്നിട്ടുള്ള ക്യാരക്ടേഴ്സിനെ മാത്രമാണ് നമ്മൾ ഇന്നത്തെ ഒരു എപ്പിസോഡിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ എല്ലാ ക്യാരക്ടേഴ്സിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് സമയം വേണം. അതുപോലെ തന്നെ എല്ലാ ക്യാരക്ടേഴ്സിനെ കുറിച്ചൊന്നും ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു കാര്യമില്ല. കാരണം ഓൾമോസ്റ്റ് എല്ലാവർക്കും എല്ലാ ക്യാരക്ടേഴ്സിനെ അറിയാം. എങ്കിൽ പോലും പലർക്കും ഇവരുടെ ഒരു ബന്ധങ്ങളൊന്നും ഇപ്പോഴും മനസ്സിലാവാതെ പോയിട്ടുണ്ട്. സോ അവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ ഒരു വീഡിയോ തന്നെ പറയുന്നതും. സോ ആരൊക്കെയാണ് ഈ പറയുന്ന ടർഗേറിയൻസ് വലേറിയൻസും അവരുടെ ബ്ലഡ് ലൈനെ കുറിച്ചൊക്കെ തന്നെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സൂര്യാട് പറഞ്ഞ ബോറടിപ്പിക്കുന്നതിന് ലെറ്റ്സ് സ്റ്റാർട്ട്. സോ അപ്പം നമ്മൾ ഹൗസ് ഓഫ് ഡ്രാഗൺസിന്റെ സീസൺ 1 ഫസ്റ്റ് എപ്പിസോഡിലെ ഫസ്റ്റ് കാണുന്ന സീൻ എന്ന് പറയുന്നത് ജഹേറിസ് ടാർഗേറിയനെ കാണിച്ചുകൊണ്ടാണ്. സോ നമുക്ക് ഈ പറയുന്ന സീരീസിൽ ഈ ഒരു ജഹേറിസ് ടാർഗേറിയനെ തൊട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. സോ ഈ ജഹേറിസ് ടാർഗേറിയന് മുന്നേ ഉള്ള ക്യാരക്ടേഴ്സിനെ കുറിച്ചൊന്നും അധികം എങ്ങും പറയുന്നില്ല. കൂടുതലും പറഞ്ഞിട്ട് പോയിട്ടുള്ളത് 2 ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് ഈ പറയുന്ന പോലെ ഏഗോണിന്റെ 2 വൈഫുമാണ്. അതേപോലെ തന്നെ മേഗോർ ടാർഗേറിയനെ കുറിച്ചും 1-2 സ്ഥലത്ത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. ഈ 2 ക്യാരക്ടേഴ്സിനെ കുറിച്ചും ഒരുപാടൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാൽ പോലും ആരാണ് ഈ മേഗോർ ടാർഗേറിയൻ എന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്താൽ മതി. അദ്ദേഹത്തിനെ കുറിച്ച് നമുക്കൊരു വീഡിയോ ചെയ്യാം. ആൻഡ് ഓൾമോസ്റ്റ് എല്ലാവർക്കും ഏഗോൺ ടാർഗേറിയനെ കുറിച്ച് അറിയാമായിരിക്കും. നമ്മുടെ ചാനൽ ഓൾറെഡി ഏഗോൺസ് കോൺക്വസ്റ്റ് എന്ന് പറഞ്ഞൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ ഒരു വീഡിയോക്ക് ഈ പറയുന്ന പോലെ കോപ്പറേറ്റ് വന്നത് കാരണം നമ്മൾ ആ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്നാലും പേടിക്കേണ്ട, ഇപ്പോഴത്തെ എക്സാംസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം തീർച്ചയായിട്ടും ആ ഒരു വീഡിയോസ് ഒന്നുകൂടെ റീക്രിയേറ്റ് ചെയ്ത് നമ്മൾ ഇടുന്നതായിരിക്കും. സോ അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ആദ്യം തന്നെ ജഹേറിസ് ടാർഗേറിയനിൽ നിന്ന് തന്നെ പറഞ്ഞു തുടങ്ങാം. ജഹേറിസ് ടാർഗേറിയൻ കല്യാണം കഴിച്ചത് അലീസ്ന ടാർഗേറിയൻ എന്ന് പറയുന്ന ഒരു സ്ത്രീയായിരുന്നു. ഇവർക്ക് 2 പേർക്കും കൂടെ ഒരുപാട് മക്കൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിൽ നമുക്ക് മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ഒരു 3 മക്കളെയാണ്. അതിലെ 2 പേരെ കുറിച്ച് ഇപ്പോൾ പറയാം, ഒരാളെ കുറിച്ച് പിന്നെ പറയാം. സോ അതിലെ ആദ്യത്തെ കുട്ടിയായിരുന്നു ഏമോൺ ടാർഗേറിയൻ എന്ന് പറയുന്നത്. ഈ ഏമോൺ ടാർഗേറിയൻ ആയിരുന്നു ജഹേറിസ് ടാർഗേറിയന് ശേഷം രാജാവായിട്ട് ഉണ്ടായിരുന്നത്. എന്നാൽ അദ്ദേഹത്തിന് ഒരുപാട് നാളൊന്നും രാജ്യം ഭരിക്കാനായിട്ട് സാധിച്ചില്ല. അദ്ദേഹം മരണപ്പെടുകയായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ കാലശേഷം അദ്ദേഹത്തിന്റെ മകൾക്കാണ് ഈ ഒരു രാജ്യാവകാശമാണെന്നാണ് എല്ലാവരും കരുതിയിരുന്നത്. ആൻഡ് അദ്ദേഹത്തിന്റെ മകളായിരുന്നു റെയ്നിസ് ടാർഗേറിയൻ. സോ റെയ്നിസ് ടാർഗേറിയൻ ആരാണെന്നുള്ള കാര്യം ഹൗസ് ഓഫ് ഡ്രാഗൺസ് കേട്ടിട്ടുള്ള എല്ലാവർക്കും ഞാൻ ഇനി എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. സോ ഈ റെയ്നിസ് ടാർഗേറിയൻ ആയിരുന്നു നെക്സ്റ്റ് അവകാശം എന്നാണ് എല്ലാവരും വിചാരിച്ചിരുന്നത്. എന്നാൽ റെയ്നിസ് ടാർഗേറിയന് ഒരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ അവർക്ക് രാജ്യം നഷ്ടപ്പെടുകയും അല്ലെങ്കിൽ രാജ്യാവകാശം നഷ്ടപ്പെടുകയും തുടർന്ന് ജഹേറിസ് ടാർഗേറിയൻ രണ്ടാമത്തെ മകനായിട്ടുള്ള ബേലോൺ ടാർഗേറിയനാണ് നെക്സ്റ്റ് കിരീടാവകാശം നൽകിയത്. എന്നാൽ തന്റെ ചേട്ടനായിട്ട് ഏമോൺ ടാർഗേറിയന്റെ കൂട്ട് തന്നെ ബേലോൺ ടാർഗേറിയനും ഒരുപാട് നാളൊന്നും ഈ പറയുന്ന പോലെ രാജ്യം ഭരിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ബേലോൺ ടാർഗേറിയനും ഉടൻ തന്നെ മരണപ്പെടുകയും തുടർന്ന് ഈ കിരീടാവകാശം 2 പേർക്കായി മാറുകയാണ്. അത് ഏമോൺ ടാർഗേറിയന്റെ മകളായിട്ടുള്ള റെയ്നിസ് ടാർഗേറിയനും അതേപോലെ തന്നെ ബേലോൺ ടാർഗേറിയന്റെ മകനായിട്ടുള്ള വിസേരിസ് ടാർഗേറിയനുമായിരുന്നു മാറിയിട്ടുണ്ടായിരുന്നുള്ളത്. ആൻഡ് ഇതിൽ ആർക്കാണ് കിരീടാവകാശം എന്നുള്ള കാര്യം ജഹേറിസ് ടാർഗേറിയൻ ഒറ്റയ്ക്ക് തീരുമാനിച്ചില്ല. പകരം ഒരു ഗ്രേ കൗൺസിൽ വിളിച്ചു കൂട്ടിയായിരുന്നു ഈ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ഒരു സീക്വൻസ് ആണ് നമ്മൾ ഫസ്റ്റ് സീസണിന്റെ ഫസ്റ്റ് തന്നെ കണ്ടിട്ടുള്ളത്. ഞാൻ ഈ ഒരു സീസണെ കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയി തന്നെ നമ്മൾ ആ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ കാണാത്തവരുണ്ട് തീർച്ചയായും ചെക്കൗട്ട് ചെയ്ത് നോക്കുക. സോ ഇനിയും ഈ ഒരു ബേലോൺ ടാർഗേറിയനും വിസേരിസ് ടാർഗേറിയൻ മാത്രമല്ലായിരുന്നു മകനായിട്ട് ഉണ്ടായിരുന്നത്. ഒരു മകൻ കൂടി ഉണ്ടായിരുന്നു. അതാണ് ഡേമോൺ ടാർഗേറിയൻ. ആൻഡ് ഡേമോൺ ടാർഗേറിയൻ ജനിക്കുന്ന അതേ സമയത്ത് തന്നെ അദ്ദേഹത്തിന്റെ അമ്മയും മരണപ്പെടുകയായിരുന്നു. തുടർന്ന് വിസേരിസ് ടാർഗേറിയൻ കല്യാണം കഴിക്കുന്നത് അങ്ങ് വേലിലുള്ള ആര്യൻസിലുള്ള ഏമ ആര്യനെ ആയിരുന്നു. ആൻഡ് ഏമ ആര്യനും വിസേരിസ് ടാർഗേറിയനുമായിട്ട് ആദ്യമായിട്ട് ജനിക്കുന്നത് ഒരു പെൺകുട്ടിയായിരുന്നു. അവളുടെ പേരാണ് റെനേറിയ ടാർഗേറിയൻ. സോ റെനേറിയെ കുറിച്ച് ഞാൻ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ. നമ്മളിപ്പോൾ ഫസ്റ്റ് സീസൺ മുതൽ ഇപ്പോൾ വരെ കണ്ടുകൊണ്ടിരിക്കുന്നത് റെനേറിയെ കുറിച്ച് തന്നെയാണ്. റെനേറിയുടെ ബ്രദറുമായിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റ് ആണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതല്ല. ഇനി റെനേറിയെ കുറിച്ച് അധികം ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ആൻഡ് റെനേറി ഒരു പെണ്ണായതുകൊണ്ട് തന്നെ റെനേറിക്ക് ഈ പറയുന്ന രാജ്യാവകാശം കൊടുക്കുന്നതിനെ കുറിച്ച് വിസേരിസ് ടാർഗേറിയൻ എപ്പോഴും ഒരു പേടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വിസേരിസ് ടാർഗേറിയൻ ഒരു ആൺകുട്ടിക്ക് ഒരു ജന്മം കൊടുക്കണമെന്നും അദ്ദേഹത്തിന് ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ഒരുപാട് ശ്രമിച്ചെങ്കിൽ പോലും വിസേരിസ് ടാർഗേറിയനും ഒരു ആൺകുട്ടി ജനിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരേ സമയത്ത് ആ ഒരു കുഞ്ഞിനെ നഷ്ടപ്പെടുന്ന അതേ സമയത്ത് തന്നെ വിസേരിസ് ടാർഗേറിയന് തന്റെ ഭാര്യയായിട്ടുള്ള ഏമ ആര്യനെയും നഷ്ടപ്പെടുകയായിരുന്നു. വിസേരിസ് ടാർഗേറിയൻ തന്റെ ആദ്യ ഭാര്യയായിട്ടുള്ള ഏമ
യമാരന്റെ മരണശേഷം പിന്നെ കല്യാണം കഴിക്കുന്നത് തന്റെ ഹാൻഡ് ഓഫ് ദി കിങ് ആയിട്ടുള്ള ഓട്ടോ ഹൈറ്റവറിന്റെ മകളായിട്ട് ഉണ്ടായിരുന്നിട്ടുള്ള ആലിസൺ ഹൈറ്റവറിനെ ആയിരുന്നു. ആൻഡ് ഇവർക്ക് രണ്ടുപേർക്കും കൂടെ മൊത്തം 4 മക്കളാണ് ജനിച്ചിട്ടുള്ളത്. സോ അതിലെ 3 പേരെയാണ് നമ്മൾ സീരീസിൽ ഇതുവരെ കണ്ടിട്ടുള്ളൂ. ഒരാളെ കുറിച്ച് പലയിടങ്ങളായി മെൻഷൻ ചെയ്യുന്നുള്ളൂ. ആൻഡ് ഇവർക്ക് രണ്ടുപേർക്കും ജനിക്കുന്ന ആദ്യത്തെ കുട്ടി അതൊരു ആൺകുട്ടിയായിരുന്നു. അവന്റെ പേരാണ് ഏഗോൺ സെക്കൻഡ് ടാർഗേരിയൻ. രണ്ടാമത് ജനിക്കുന്നത് ഒരു പെൺകുട്ടിയാണ്, അവളുടെ പേര് ഹെലേന ടാർഗേരിയൻ. മൂന്നാമത് ജനിക്കുന്നത് ഒരു ആൺകുട്ടിയാണ്, അവന്റെ പേരാണ് ഏമോണ്ട് ടാർഗേരിയൻ. നാലാമത് ജനിക്കുന്നതും ഒരു ആൺകുട്ടി തന്നെയാണ്, അവന്റെ പേര് ഡേരോൺ ടാർഗേരിയൻ. ഇതിൽ ഡേരോൺ ടാർഗേരിയനെയാണ് നമ്മൾ ഇനിയും കാണാനായിട്ടുള്ളത്. ഒരു പക്ഷേ എന്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ നമുക്ക് ഈ ഇറങ്ങാൻ പോകുന്ന ഒരു ഫിനാലെ എപ്പിസോഡിലായിട്ട് നമുക്ക് ഈ ഒരു ക്യാരക്ടറിനെ കാണാനായി സാധിക്കുന്നതായിരിക്കും. സോ കാര്യങ്ങൾ ഇവിടെ നിൽക്കട്ടെ, നമുക്ക് ഇനി റെയ്നിസ് ടാർഗേരിയന്റെ കാര്യത്തിലോട്ട് പോവാം. റെയ്നിസ് ടാർഗേരിയനെ കല്യാണം കഴിക്കുന്നത് അങ്ങ് വലേറിയൻ കുടുംബത്തിലുള്ള കോളിസ് വെലേറിയൻ ആണ്. അങ്ങനെ ഇവർക്ക് രണ്ടുപേർക്കും കൂടെ 2 കുട്ടികളാണ് ജനിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ ആദ്യത്തേത് ഒരു ആൺകുട്ടിയായിരുന്നു, അവന്റെ പേരാണ് ലെയനോർ വലേറിയോൺ. രണ്ടാമത്തേത് ഒരു പെൺകുട്ടിയാണ്, അവളുടെ പേര് ലേന വലേറിയോൺ. സോ ഇവര് രണ്ടുപേരിലെ അതിൽ തന്നെയുള്ള ലേനാർ വലേറിയോൺ കല്യാണം കഴിക്കുന്നത് നമ്മുടെ വിസേരിയസ് ടാർഗേരിയന്റെ ആദ്യ മകളായിട്ടുള്ള റെയ്നിയറിയ ടാർഗേറിയനെ ആയിരുന്നു. ആൻഡ് ഈ പറയുന്ന പോലെ ലേനാർ വലേറിയോൺ ഒരു ഗേ ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെ ഇവർക്ക് രണ്ടുപേർക്കും ഈ പറയുന്ന പോലെ ലേനാർക്കും റെയ്നിയറിക്കും അങ്ങനെ ബയോളജിക്കലി ഈ പറയുന്ന പോലെ കുട്ടികളൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. പകരം റെയ്നിയറിയ ടാർഗേറിയന് ഹാർവിംഗ് സ്ട്രോങ് എന്ന് പറയുന്ന മറ്റൊരു വ്യക്തിയിലാണ് 3 കുട്ടികൾ ജനിച്ചിട്ടുണ്ടായിരുന്നത്. ആ കുട്ടികളാണ് ജെസേരിസ് വെലേറിയോൺ, ലൂസേരിസ് വെലേറിയോൺ, ജോഫ്രി വെലേറിയോൺ. എന്നാൽ ഇവര് 3 പേരും ഒരു ബാസ്റ്റേർഡ് സൺസ് ആണെങ്കിൽ പോലും ലേനോർ തന്റെ സ്വന്തം മക്കളായിട്ട് തന്നെയാണ് ഇവരെ 3 പേരും കരുതിക്കൊണ്ടിരുന്നത്. ആൻഡ് അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ പേരിന് പുറകിലായി വലേറിയോൺസ് എന്ന് വന്നിട്ടുള്ളതും. ഇനിയും എന്തുകൊണ്ട് ഇവർക്ക് ഇങ്ങനെ ഒരു പേര് വന്നു, ഈ ഒരു പേരിനെ ചുറ്റി നടന്നിട്ടുള്ള കോൺട്രവേഴ്സിയും കാര്യങ്ങളൊന്നും ഞാൻ ഇനിയും പ്രത്യേകിച്ച് എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഈ പറയുന്ന പോലെ നമ്മൾ സീരീസ് എക്സ്പ്ലെയിൻ ചെയ്ത സമയത്ത് ഞാൻ നല്ല ഡീറ്റെയിൽ ആയിട്ട് ആ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ കാണാത്തുണ്ടെങ്കിൽ ആ വീഡിയോസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതേ സമയം തന്നെ വിസേരിയസ് ടാർഗേറിയൻ ഒരു അനിയൻ കൂടി ഉണ്ടായിരുന്നു, അതാണ് ഡേമോൺ ടാർഗേറിയൻ എന്ന് പറയുന്നത്. ആൻഡ് ഡേമോൺ ടാർഗേറിയൻ ആദ്യം കല്യാണം കഴിക്കുന്നത് അങ്ങ് വെയിലുണ്ടായിരുന്ന ആരിയൻസിൽ നിന്നും ഒരു പെൺകുട്ടിയായിരുന്നു. എന്നാൽ പിന്നീട് ഡേമോൺ തന്നെ ഒരു അവസരത്തിൽ ഒരു പെൺകുട്ടിയെ കൊന്നുകളയും. പിന്നീട് കല്യാണം കഴിക്കുന്നത് നമ്മുടെ കോളീസ് വെലേറിയന്റെയും റെയ്നിസ് ടാർഗേറിയന്റെയും മകളായിട്ടുള്ള ലേന വലേറിയോനെ ആയിരുന്നു. ആൻഡ് ഇവർക്ക് രണ്ടുപേർക്കും കൂടെ ചേർത്ത് 2 പെൺകുട്ടികളായിരുന്നു ജനിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ ആദ്യത്തെ പെൺകുട്ടിയായിരുന്നു ബേല ടാർഗേറിയൻ, രണ്ടാമത്തേതായിരുന്നു റേന ടാർഗേറിയൻ. എന്നാൽ പിന്നീട് അവസരത്തിൽ ഈ ലേന വലേറിയോൻ ആ ഒരു പ്രസവ സമയത്തിന് ആ ഒരു കുട്ടിയെ നഷ്ടമായി പോവുകയാണ്. എന്നാൽ അതേ സമയത്ത് തന്നെ സിസേറിയൻ നടത്തുമെന്ന് പറയുകയും, എന്നാൽ ആ ഒരു സിസേറിയൻ നടത്തിയാൽ കുഞ്ഞിനും അമ്മയ്ക്കും ഒരേപോലെ പ്രശ്നമാകുമെന്ന് മനസ്സിലാക്കിയ സമയത്ത് തന്നെ ലേന സൂയിസൈഡ് ചെയ്യുകയായിരുന്നു. എന്നാൽ പിന്നീട് അതിനുശേഷം ഒരുപാട് നാളുകൾക്ക് ശേഷം ഡേമോൺ ടാർഗേറിയൻ പിന്നെ കല്യാണം കഴിക്കുന്നത് നമ്മുടെ റെയ്നിയറിയ ടാർഗേറിയനെ ആയിരുന്നു. എന്നാൽ ഡേമോണെ കല്യാണം കഴിക്കുന്നതിന് മുമ്പേ തന്നെ റെയ്നിയർക്ക് തന്റെ ഭർത്താവായിട്ടുണ്ടായിരുന്ന ലേനോർ വലേറിയോനെ നഷ്ടമായിട്ടുണ്ടായിരുന്നു. അതേ തുടർന്നാണ് ഡേമോണും റെയ്നിയറിയും തമ്മിൽ കല്യാണം കഴിക്കുന്നത്. ഇവർക്ക് രണ്ടുപേർക്കും കൂടെ 3 കുട്ടികളാണ് ഉണ്ടാവുന്നത്. അതിൽ ആദ്യത്തേത് ഒരു ആൺകുട്ടിയാണ്, അവന്റെ പേര് ഏഗോൺ തേർഡ് ടാർഗേറിയൻ. രണ്ടാമത്തതും ഒരു ആൺകുട്ടിയാണ്, അവന്റെ പേര് വിസേരിയസ് സെക്കൻഡ് ടാർഗേറിയൻ. പിന്നീട് ഒരു പെൺകുട്ടി ഉണ്ടാകുന്ന സമയത്ത് തന്നെ ആ ഒരു പെൺകുട്ടി മരിച്ചു പോവുകയായിരുന്നു. ആ ഒരു പെൺകുട്ടിയുടെ പേര് വിസന്യ എന്ന് കൂടിയായിരുന്നു. ഇതൊന്നും കൂടാതെ നമ്മുടെ ഏഗോൺ സെക്കൻഡ് ടാർഗേറിയൻ, വിസേരിയസ് ടാർഗേറിയനും ആലിസനും ഉണ്ടായിട്ടുണ്ടായിരുന്ന ഏഗോൺ സെക്കൻഡ് ടാർഗേറിയൻ കല്യാണം കഴിക്കുന്നത് തന്റെ സിസ്റ്റർ ആയിട്ടുണ്ടായിരുന്ന ഹെലേന ടാർഗേറിയനെ ആയിരുന്നു. ഇവർക്ക് രണ്ടുപേർക്കും കൂടെ 2 കുട്ടികൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിൽ ആദ്യത്തേത് ഒരു ആൺകുട്ടിയായിരുന്നു, അവന്റെ പേര് ജെഹേരിയസ് എന്നായിരുന്നു. രണ്ടാമത്തേത് ഒരു പെൺകുട്ടിയായിരുന്നു, അവളുടെ പേര് ജെഹേരിയ എന്നുമായിരുന്നു. ആൻഡ് ഈ പറയുന്ന പോലെ സെക്കൻഡ് സീസണിന്റെ ഫസ്റ്റ് എപ്പിസോഡിൽ ഈ ജെഹേരിയസ് മരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആ ബ്ലഡ് ആൻഡ് ചീസ് ഒക്കെ വന്നതും കൊല്ലുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന കാര്യങ്ങളായിരുന്നു. ആൻഡ് ഇപ്പോൾ ഏഗോൺ സെക്കൻഡ് ടാർഗേറിയനുള്ളത് ഒരു പെൺകുട്ടി മാത്രമാണ്, അവളുടെ പേര് ജെഹേരിയ എന്നാണ്. സോ ഇനി ഓൾമോസ്റ്റ് ഈ പറയുന്ന പോലെ ടാർഗേറിയൻസിനെയും വലേറിയൻസിനെ കുറിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞു. ആൻഡ് ഈ പറയുന്ന പോലെ ഈ പേരുകളൊന്നും നിങ്ങൾക്ക് വലിയ കൺഫ്യൂഷൻ ആയിട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ കൺഫ്യൂഷൻ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമന്റിലൂടെ അറിയിക്കുക, ഞാൻ അത് ഒന്നുകൂടെ കമന്റിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരാവുന്നതാണ്. ആൻഡ് ഇതൊന്നും കൂടാതെ നമ്മളിപ്പോൾ സെക്കൻഡ് സീസൺ ആയപ്പോൾ ഒരുപാട് ബാസ്റ്റേഴ്ഡ് സൺസിനെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, വലേറിയൻ കുടുംബത്തിൽ നിന്നും ടാർഗേറിയൻ കുടുംബത്തിൽ നിന്നും. ഇനി അവരാരൊക്കെയാണെന്നും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ആൻഡ് അവിടെയാണ് പലർക്കും ഇപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടായിട്ടുള്ളത്, ഇവർ ആരൊക്കെ ബാസ്കറ്റ് സൺസ് ആണെന്നുള്ള കാര്യങ്ങളിലൊക്കെ. സോ അതും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. സോ ഈ ഒരു ബാസ്റ്റേഴ്ഡ് സൺസിൽ നമ്മൾ ആദ്യം തന്നെ നോക്കാൻ വേണ്ടി പോകുന്നത് നമ്മൾ ആദ്യത്തെ എപ്പിസോഡ് മുതൽ കണ്ടുകൊണ്ടിരുന്ന ഒരു ക്യാരക്ടറിനെ തന്നെയാണ്. ആ ക്യാരക്ടറാണ് ഹ്യൂഹാമർ എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു ക്യാരക്ടറാണ് ഈ കഴിഞ്ഞ എപ്പിസോഡിൽ വെർമിത്തറിനെ ക്ലെയിം ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഈ ഒരു ക്യാരക്ടർ എങ്ങനെയാണ് ടാർഗേറിയൻ കുടുംബമായിട്ട് ഒരു ബന്ധം വന്നിട്ടുള്ളത് എന്നുള്ള കാര്യം ഈ ക്യാരക്ടർ പറയുന്നുണ്ടായിരുന്നു. അതെന്താണെന്ന് പലർക്കും ഇപ്പോഴും കൺഫ്യൂഷൻ ഉണ്ട്, അതും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ജെഹേറിയസ് ടാർഗേറിയന് ഒരുപാട് മക്കൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ആദ്യത്തെ 2 കുട്ടികളാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഏമോൺ ടാർഗേറിയനും ബേലോൺ ടാർഗേറിയനും. ഇതൊന്നും കൂടാതെ ജെഹേറിയസ് ടാർഗേറിയന് ഒരു പെൺകുട്ടി കൂടി ഉണ്ടായിരുന്നു. ആൻഡ് അതാണ് സേര ടാർഗേറിയൻ എന്ന് പറയുന്നത്. ആൻഡ് ഇവർ 3 പേരും അല്ലാതെ പിന്നെ ഒരുപാട് കുട്ടികളുണ്ട്. ആൻഡ് ഇതിൽ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത കൂട്ടത്തിൽ ഇവർക്ക് 3 പേർക്കുമാണ് പ്രാധാന്യം. ആൻഡ് ഈ ഒരു സേര ടാർഗേറിയൻ ഒരുപാട് പുരുഷന്മാരുമായിട്ട് കിടക്ക പങ്കിട്ടിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്ന് ജെഹേറിയസ് ടാർഗേറിയൻ ഈ ഒരു ക്യാരക്ടറിനെ പുറത്താക്കുകയാണ്, അല്ലെങ്കിൽ തന്റെ കുടുംബത്തിൽ നിന്ന് പുറത്താക്കുകയാണ്
ഇല്ലാതാക്കുകയാണ്. ആൻഡ് അങ്ങനെ ഉണ്ടായ ഒരു കുട്ടിയാണ് ഈ പറയുന്ന ഹ്യൂ ഹാമർ എന്ന് പറയുന്നത്. സോ ഇപ്പോൾ ഹ്യൂ ഹാമറിന്റെ ഒരു ബന്ധം എന്താണെന്ന് മനസ്സിലാക്കാമല്ലോ. ഈ പറയുന്ന പോലെ വിസേരിസ് ടാർഗാരിന്റെയും ഡേമോന്റെയും റേനീസ് ടാർഗാരിന്റെയും ഒക്കെ ഒരു കസിനാണ് ഈ പറയുന്ന ഹ്യൂ ഹാമർ എന്നും പറയാം. അതേപോലെ തന്നെ നമ്മൾ കണ്ടിട്ടുള്ള വേറൊരു ക്യാരക്ടറാണ് ഉൾഫൈറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു ക്യാരക്ടറാണ് ഈ പറയുന്ന പോലെ സിൽവർ വിങ്ങിനെ ക്ലെയിം ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഈ ഉൾഫൈറ്റ് എന്ന് പറയുന്ന ക്യാരക്ടർ നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്ന വിസേരിസ് ടാർഗാരിന്റെയും ഡേമോൺ ടാർഗാരിന്റെ അച്ഛനായിട്ടുണ്ടായിരുന്ന ബേലോൺ ടാർഗാരിന്റെ ഒരു ബാസ്റ്റേഡ് സൺ ആണ്. സോ അതുകൊണ്ട് തന്നെയാണ് ഒരു എപ്പിസോഡ് ഈ ക്യാരക്ടർ പറയുന്നുണ്ട് തന്റെ ബ്രദർ ആണ് ഡേമോണും വിസേരിസ് ടാർഗാരിയൻ എന്നുള്ള കാര്യം. അത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ. ബേലോൺ ടാർഗാരിയന്റെ ഒരു ബാസ്റ്റേഡ് സൺ ആണ് ഈ പറയുന്ന ഉൾഫൈറ്റ് എന്ന് പറയുന്നത്. ഇതൊന്നും കൂടാതെ നമ്മൾ വേറെ 2 ബാസ്റ്റേഡ് സൺസിനെ കൂടെ കണ്ടിട്ടുണ്ടായിരുന്നു. അതാണ് അലൻ ഓഫ് ഹള്ളും ആദം ഓഫ് ഹള്ളും. ആൻഡ് ഇവർ രണ്ടുപേരും കോളിസ് വെല്യോറിന്റെ ബാസ്റ്റേഡ് സൺസ് ആണ്. ആൻഡ് കോളിസ് വെല്യോറാണ് മെറീൽഡ ഓഫ് ഹൾ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്ന 2 ബാസ്റ്റേഡ് സൺസ് ആണ് ഈ പറയുന്ന അലൻ ഓഫ് ഹള്ളും ആദം ഓഫ് ഹൾ എന്നും പറയുന്നത്. അതിൽ ഈ പറയുന്ന ആദം ഓഫ് ഹള്ളാണ് ഈ കഴിഞ്ഞ എപ്പിസോഡിൽ സീ സ്മോക്കിനെ ക്ലെയിം ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. സോ ഇപ്പോൾ മനസ്സിലായല്ലോ എങ്ങനെയൊക്കെയാണ് ഈ ബന്ധം വന്ന് കിടക്കുന്നത് എന്നുള്ള കാര്യം. സോ ഇത്രയും ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഇത്രയും ബാസ്റ്റേഴ്സിനെയും ഇത്രയും ക്യാരക്ടേഴ്സിനൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഇപ്പോൾ ഈ സെക്കൻഡ് സീസണിൽ വരെ. ഇതിൽ ഏതെങ്കിലും ക്യാരക്ടേഴ്സിനൊക്കെ ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടോ ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾ മറക്കാതെ താഴെ കമന്റിലൂടെ അറിയിക്കുക. ആൻഡ് ഇതുപോലുള്ള ഏതെങ്കിലും ഗെയിം ഓഫ് ത്രോൺസ് അല്ലെങ്കിൽ ഹൗസ് ഓഫ് ഡ്രാഗൺസ് റിലേറ്റഡ് വീഡിയോസ് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ അതും താഴെ മറക്കാതെ കമന്റിലൂടെ അറിയിക്കുക. സമയം കിട്ടുന്ന പോലെ ചെയ്യാം. സോ എക്സാം ഒക്കെ തുടങ്ങാറായിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഒരു ചെറിയ ഗ്യാപ്പ് കിട്ടിയപ്പോഴാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത് തന്നെ. സോ എല്ലാവർക്കും എൻ്റെ ക്യാരക്ടേഴ്സിനൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. സോ നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ല എന്നുള്ള കാര്യം മറക്കാതെ താഴെ കമന്റിലൂടെ അറിയിക്കുക. സോ വീഡിയോ ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എന്നുള്ളത് എനേബിൾ ചെയ്യുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ വീഡിയോസ് നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനെ എത്തുകയുള്ളൂ. സോ ഇതിൽ നല്ലൊരു എപ്പിസോഡ് കാണാതെ പ്രതീക്ഷയോടെ ദിസ് ഇസ് മീ യുവർ ബ്രദർ ആദിയാൻ സൈൻ ഔട്ട് വിത്ത് കേസ് ബുക്ക് മലയാളം.